അപ്പർ ചെങ്കുളം ടണൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട KSEB പ്രൊജക്ട് ഓഫീസിലേക്ക് ബഹുജന പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വെള്ളത്തോൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് തോമസ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. അപ്പർ ചെങ്കുളം ജലവൈദ്യുതിയുടെ ഭാഗമായി ചെങ്കുളം ഡാമിൽ നിന്നും വെള്ളത്തൂവലിലേക്ക് നിർമ്മിക്കുന്ന ടണൽ നിർമ്മാണത്തിലെ അപാകതകളുമായി ബന്ധപ്പെട്ട് KSEB പ്രോജക്ട് ഓഫീസിന് മുന്നിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് തോമസ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രോജക്റ്റിന് എതിരില്ല, ഈ നിർമ്മാണത്തിന് ഞങ്ങൾ എതിരില്ല. പക്ഷേ ഞങ്ങൾക്ക് ദുരന്തമുണ്ടാകാൻ പാടില്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഞങ്ങളുടെ ഭവനങ്ങൾക്ക് കേടുപാടുണ്ടാകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഞങ്ങളുടെ കൃഷിയിടങ്ങൾ നശിച്ചു പോകാൻ പാടില്ല. ഞങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുകൾ വറ്റിപ്പോകാൻ പാടില്ല. ഇത് മാത്രമേ ഇവിടെയുള്ളൂ, വേറെ കാര്യമില്ല. ഇവിടെ ഈ സമരം ചെയ്യുമ്പോൾ ഈ സാധാരണഗതിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ആ പ്രോജക്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്യാറില്ല. അങ്ങനത്തെ സമരമല്ലല്ലോ ഇത്. മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് 150 മുതൽ 200 വരെയുള്ള കുഴികളടച്ച് നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്ഫോടനങ്ങൾ നടത്തുന്നത്. സ്ഫോടന സമയത്ത് 3 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള വീടുകൾക്കും മറ്റു കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുവെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും പ്രദേശത്തെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നാശനഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നിലവിൽ നാശനഷ്ടമുണ്ടായ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കുടിവെള്ള സ്രോതസ്സുകൾക്കും അർഹമായ നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ നടപടികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. യോഗത്തിൽ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC ജയൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോമി, അബ്ദുൽ കലാം, സജി പൂതക്കുഴി, പഞ്ചായത്ത് മെമ്പർമാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.